പുതിയ തലമുറ സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? പക്ഷേ ജെൻസിയുടെ പുതിയ ട്രെൻഡ് അതാണ്. സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്ന ചുറ്റുപാടിനേക്കാൾ കൂടുതലായിട്ട് അതിന് പുറത്തുള്ള യഥാർത്ഥ ലോകത്തെ അറിയാനാണ് ഇപ്പോഴത്തെ തലമുറ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഒരു നിമിഷം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈവ് സ്ട്രീമുകളിലും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ കൂടി വരുന്ന ജനത്തിരക്ക്, ട്രെൻഡിങ് ആയിട്ട് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്ന പുതിയ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, യാത്ര ചെയ്യാനും പുതിയ പുതിയ സ്ഥലങ്ങളും ഭക്ഷണങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ആളുകളുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യം, എന്തിനേറെ പറയുന്നു ആരാധനാലയങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ജനത്തിരക്ക് വരെ അതിനുദാഹരണമാണ്. പുതിയ പുതിയ അനുഭവങ്ങളും അറിവും ഒക്കെ കണ്ടും അറിഞ്ഞും ജീവിക്കാനുള്ള പുതിയ തലമുറയുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് പൊതുവേ നമുക്ക് ഒരുപാട് ആങ്സൈറ്റികളും അതേപോലെ തന്നെ ടെൻഷനും സ്ട്രെസ്സും മാത്രം തന്നുകൊണ്ടിരുന്ന, നിരാശയും മാത്രം തന്നുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയോട് ഒരു ഗ്യാപ്പ് ഇടാമെന്ന് നമ്മുടെ ജെൻസി തീരുമാനിച്ചു എന്നാണ് നമുക്ക് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുക എന്നതിൽ ഉപരിയായിട്ട് ക്വാളിറ്റി ടൈമിൽ കൂടെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും അതേപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെയുള്ള താല്പര്യം ജെൻസിയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞതോ കണ്ടുപിടിച്ചതോ അല്ല, മറ്റു പല റിസർച്ചുകളും സർവേകളും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്.